ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു സ്റ്റുഡിയോ വീഡിയോയാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു വൈപ്പിൻ ഇളങ്ങുന്നപ്പുഴ. അപ്പോൾ അവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ ഷർട്ടിന് 199 ഉള്ളേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് രണ്ട് ഡ്രസ്സ് നോക്കാമെന്ന്. ഞാനും എൻ്റെ കസിൻസൊക്കെ ആയിട്ട് പോയതാണ്. കാരണം ഞങ്ങൾ നിൽക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരും എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടില്ല. നമുക്ക് നൈറ്റ് നിൽക്കണമെങ്കിൽ വീട്ടിലിടാൻ ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയതാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കളക്ഷൻസ് കുറവായിരുന്നു. അത് ഒത്തിരി വലിയ സ്റ്റുഡിയോ അല്ല കേട്ടോ, ചെറിയ സ്റ്റുഡിയോ ആണ്. നമ്മൾ നോർമൽ കാണുന്ന ഡ്രസ്സുകളേ ഉള്ളൂ. ആ കാണുന്ന ആ ഒരു പൂക്കളുടെ സ്ട്രഗിൽ അതിന് 99 രൂപയുള്ളൂ. ഓഫറിന് ഇട്ടേക്കുവാണ്. പിന്നെ കുറേ നമുക്ക് ക്രോപ്പ് ടോപ്പും അതും ഇതുമൊക്കെ ആയിട്ടുള്ള വെറൈറ്റി ടോപ്പുകൾ ഉണ്ടായിരുന്നു. അത് 99, 199 ആ റേഞ്ചൊക്കെയാണ്. ഞാൻ മെയിനായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് നോക്കാനാണ് പോയത്. 699, 799 ആ റേഞ്ചിലായിരുന്നു ഇത്. എനിക്കിഷ്ടപ്പെട്ടു, ഒന്ന് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് അത്രയും പൈസയൊക്കെ എടുക്കണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിൽ നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ നമുക്കുള്ള ഡ്രസ്സ് ചേച്ചിമാരുടെയൊക്കെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കസിൻസ് ഒന്ന് രണ്ട് പേര് ക്രോപ്പ് ടോപ്പും ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സൊക്കെയും എടുത്തായിരുന്നേ. ഞാനൊരു ചെരുപ്പ് വാങ്ങി. ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോയിട്ട് ഞാൻ ചെരുപ്പാണ് വാങ്ങിയത്. പിന്നെ അവിടെ ഇരിക്കണ നെയിൽ പോളിഷ് അതും ഇതൊക്കെ അടിച്ച് നോക്കി. പിന്നെ ഞങ്ങൾ അനന്തം ഉണ്ടായ കാരണം മേളിൽ മെൻസിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കി. കുട്ടികളുടെ അത്യാവശ്യം നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നേ. ഞാനങ്ങനെ നോക്കാറില്ല, ഇനി അതുകൊണ്ട് എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. അത്യാവശ്യം കളക്ഷൻ ഉള്ളതായിട്ട് തോന്നി. മെൻസിൻ്റെന്ന് പറഞ്ഞാൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദർ 199 ഒരു ഷർട്ടും 99 ഒരു ടീഷർട്ടും എടുത്തു. 99 ടീഷർട്ട് വൈറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ, കംപ്ലീറ്റ് എല്ലാം വൈറ്റ് ആയിരുന്നു. പിന്നെ ഷൂസ് നോർമൽ നമ്മൾ കാണുന്ന ഷൂസും അല്ലാണ്ടുള്ള ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വെറുതെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ട് നോക്കി. മുണ്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ ഓക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് എടുത്തില്ല. അവൻ ഷർട്ട് ഒരു ടീഷർട്ട് എടുത്തുള്ളൂ. പിന്നെ അനന്തു ഒന്ന് രണ്ട് ഷർട്ട് നോക്കി. പക്ഷേ അനന്തും എടുത്തില്ല. കാരണം അവനുള്ള മോഡലൊക്കെ തന്നെ ആയിരുന്നു കൂടുതലും. കളറൊക്കെ ഓൾറെഡി ഉണ്ട്, വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല, ഇല്ലാത്ത കളറായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ അവൻ എടുത്തില്ല, ഞാനെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചിറങ്ങി.